നിന്ന് പിന്മാറാറുണ്ട്. എന്നാൽ ഇതിനെ എല്ലാം കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമ്മുടെ ഇന്നത്തെ SAE നടത്തുന്ന ഫ്രം ദി ഫ്ലൈറ്റ് ഡെക്ക് എന്നുള്ള വെബിനാറിൽ കൂടെ ലഭിക്കും. സ്വാഗതം ആശംസിക്കുന്നതിനായി ഞാൻ നമ്മുടെ SAE മെയ്സിന്റെ ഫാക്കൽറ്റി ഇൻചാർജായ പ്രൊഫസർ ജോർജ് കുട്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. Good evening, one and all. Today we are organizing a webinar on how to become a pilot in behalf of SAE MEIS collegiate chapter. അതിലെ one of the best program ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. സാറുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എടുത്ത് സാറിൽ നിന്നുള്ള നോളജുകളെല്ലാം നമ്മൾ ഗെയിൻ ചെയ്ത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഏതൊക്കെ മേഖലകൾ നമുക്ക് അതിൽ ഭാഗവാക്കാകാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുക. താങ്ക് യു. താങ്ക് യു. ഓവർ ടു ഗായത്രി. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ സ്പീക്കർ പറഞ്ഞ വിഷ്ണു ഷിബു ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറൻ അക്കാദമിയിൽ നിന്ന് പൈലറ്റ് ട്രെയിനിങ് പൂർത്തിയാക്കി കറന്റ്ലി എയർ ഏഷ്യയിൽ സെക്കൻഡ് ഓഫീസറായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. Over to you, Vishnu sir. Hi, good evening all. I hope I am audible. In case of any challenge, please unmute yourself and please let me know. First of all, I would like to thank MA College of Engineering, Kodamangalam, to give such a good opportunity to address all of you. I have made a quick PPT. So let me share the screen first. So yeah, so let's start. The sky is the limit. Aviation journey. So let me tell you about my aviation journey before we start. Actually, since from my childhood, like every children, I was also really fascinated about cars and driving as well. So ചെറുപ്പം മുതൽ എനിക്കൊരു വല്ലാത്തൊരു ഫാസിനേഷൻ തന്നെ ആയിരുന്നു അതിനോട്. എന്തുകൊണ്ടാണെന്ന് എനിക്കും എല്ലാ കുട്ടികൾക്കും തോന്നുന്ന പോലെ തന്നെ അങ്ങനെ എനിക്കും ഒരു ആഗ്രഹം തോന്നി. ആ ഒരു രീതിയിലായിരുന്നു എന്റെയും ഒരു ഇതിലേക്കുള്ളൊരു ചുവടുവെപ്പ്. സോ നമുക്ക് ചെറുപ്പം മുതലേ ഈ എല്ലാ ക്ലാസ്സുകളിലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ള ഒരു സെഷൻ നമുക്ക് ഉള്ളതാണല്ലോ. സോ ഐ യൂസ് ടു റൈറ്റ് മൈ അംബിഷൻ ആസ് എ പൈലറ്റ്. ബട്ട് അന്നൊന്നും ഇതിന്റെ ഒരു സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര കാര്യമായിട്ട് എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ ആ ഒരു അംബിഷൻ ഞാൻ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തതോടെ ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിംഗ് ദ എയർപോർട്ട്സ്, പൈലറ്റ്സ് ആൻഡ് എയർക്രാഫ്റ്റ്സ് വെനെവർ ഐ ഗോ ദേർ. Then eventually അത് എൻ്റെ മനസ്സിൽ വളർന്നുകൊണ്ടേയിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് റിയലൈസിങ് ദാറ്റ്. അതെന്താന്ന് വെച്ചാൽ വെൻ ഐ ഗോട്ട് ടു നോ ലൈക്ക് എനിക്ക് ആ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായത് കുറച്ചും കൂടെ വളരെ ലേറ്റ് ആയിട്ട്. കാരണം അതെന്താന്ന് വെച്ചാൽ വെൻ ഐ ഗോട്ട് ടു നോ അബൌട്ട് ദിസ് കോഴ്സ്, ഇതിന്റെ ഫീ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫീ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ നല്ല ടഫ് ആയിരുന്നുള്ള രീതിയിലാണ് എനിക്കും ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നത്. സോ എന്താ പറയാ, ആ ഒരു എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഡ്രീം പതുക്കെ വളർന്ന് അത് +2 ആയപ്പോൾ എന്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് എല്ലാ പേരൻസും നോർമലി അവരുടെ പിള്ളേരോട് ചോദിക്കുന്നല്ലോ എന്നെ എന്റെ പേരൻസും എന്നോട് ചോദിച്ചു എന്താ ഇനി പരിപാടി എന്താ. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ടോൾഡ് ദം ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് പൈലറ്റ് കോഴ്സ്. സോ അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. ആൻഡ് മൈ പേരൻസ് വെയർ സോ സപ്പോർട്ടീവ്. So this is how I got into this profession basically. So now we can discuss about the licenses and other criteria of this field. How to get the license? Basically a student pilot license that is mandatory to start flying training. That is basically this SPL exam will be conducted by the institute. ആ ഒരു ഫ്ലൈയിങ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് റിട്ടൺ എക്സാമും അതിന്റെ കൂടെ തന്നെ ഒരു വൈവ എക്സാമും നടത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് SPL ഈ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടും. അതിനുശേഷം വി ക്യാൻ സ്റ്റാർട്ട് ദ ഫ്ലൈയിങ്.
പിന്നെ ഇതിൻ്റെ അകത്ത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് PPL എന്ന ലൈസൻസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അത് വി ക്യാൻ ഇഗ്നോർ ദാറ്റ്, കാരണം നമുക്ക് ഇന്ത്യയിൽ CPL ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ PPL നമുക്കത് ഇൻക്ലൂഡഡ് ആണ്. സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് തിങ്. So coming to CPL, commercial pilot license, that you will get after the completion of 7 DGCA subjects plus 200 hours of flying. And out of that 200 hours of flying, you have to fly 100 hours of solo. And പിന്നെ ഈ 200 hours നിങ്ങൾക്ക് 185 hours നിങ്ങൾക്ക് സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റിലും 15 hours നിങ്ങൾക്ക് മൾട്ടി എഞ്ചിൻ എയർക്രാഫ്റ്റിലാണ് ഫ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ എലിജിബിലിറ്റിയും ഇതിൻ്റെ അകത്ത് എൻട്രൻസ് എക്സാമിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടെസ്റ്റ് കണ്ടന്റ്, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ പ്രിപ്പയർ ഫോർ ദാറ്റ്. സോ എലിജിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക്കലി ഫിസിക്സ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ് 12th ക്ലാസ്സിൽ വിത്ത് മിനിമം മാർക്സ് ഓഫ് 55%. പിന്നെ ഏജിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം ഏജ് 17 years ഓഫ് ഏജ്. പിന്നെ ഈ ഓപ്പൺ സ്കൂളുകളിൽ നിന്നൊക്കെയാണെങ്കിലും നമുക്ക് ഫിസിക്സ്, മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ മെഡിക്കലിന്റെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പം 6x6 കറക്റ്റബിൾ ഐസൈറ്റ് വിത്ത് നോർമൽ കളർ വിഷൻ. അത് ഇപ്പം സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇതിന് ജോയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മെഡിക്കലിനായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉള്ളതല്ല. സ്പെക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ 6x6 ആ ഒരു ഇത് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ജോയിൻ ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് മെഡിക്കൽ. അത് നമുക്ക് ആദ്യത്തെ മെഡിക്കലിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസ് 2 മെഡിക്കൽ ആണ്. ദാറ്റ് ഹാസ് ടു ബി ഡൺ ഫ്രം ദ DGC അപ്രൂവ്ഡ് ഡോക്ടേഴ്സ്. അത് നിങ്ങൾക്ക് ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് DGC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആ ലിസ്റ്റ് കിട്ടുന്നതാണ്. So after doing this class 2 medical, we will get an assessment from the DGC. So after getting that assessment, again we have to do one more medical, that is class 1 medical. So that initial class 1 medical has to be done from either Bangalore, Chennai, Mumbai or Delhi. ഈ 4 സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ആദ്യമേ ഈ ക്ലാസ് 1 മെഡിക്കൽ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവൻച്വലി നിങ്ങൾ വെൻ യു ഗെറ്റ് ഇൻ ടു ദിസ് ഫീൽഡ് യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ്. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പിന്നെ എൻട്രൻസ് എക്സാം ഇന്ത്യയിൽ ആകെ ഇപ്പോൾ ഈ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇഗ്രുവ, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി. അത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ അവിടെ മാത്രമേ നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ ഒരു ക്രൈറ്റീരിയ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസ് എക്സാം ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ആയി പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ നടത്തുന്നത് ആകെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇഗ്രുവ മാത്രമാണ്. പിന്നെ അതിനുള്ള ടെസ്റ്റ് കണ്ടന്റ്സ് ബേസിക്കലി എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10+2 ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പിന്നെ കുറച്ച് GK, പിന്നെ നമ്മുടെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഈ ഒരു നാഷണൽ ഇന്റർനാഷണൽ ന്യൂസ്, അങ്ങനത്തേക്കാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ദേ ജസ്റ്റ് നീഡ് ടു ചെക്ക് ദാറ്റ് വെദർ വി ആർ കേപ്പബിൾ ഓർ പൊട്ടൻഷ്യൽ ടു ഡു ലൈക്ക് മൾട്ടി ടാസ്കിങ്ങിന് നമ്മൾ ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടോ, ആ ഒരു രീതിയിലാണ് അവരത് ഉദ്ദേശിക്കുന്നത് ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പിന്നെ പ്രിപ്പറേഷൻസ് നമുക്ക് sound knowledge of physics and math required. I have told you before. ഒരു മാത്സിനും ഫിസിക്സും മാൻഡേറ്ററി ആണ് 12th. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. About training, first of all, after joining an institute, you will be having a ground training of 5 to 6 months. So in that ground training, they'll be teaching you 7 DGCA subjects, like 7 subjects, including the specific technical specifics, including 2 technical specifics. സോ അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു എക്സാംസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് SPL സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസിനുള്ള ടെസ്റ്റും അല്ലെങ്കിൽ ആ ഒരു വൈവ കാര്യങ്ങളൊക്കെല്ലാം അവർ കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം വിൽ സ്റ്റാർട്ട് ഫ്ലൈങ്. സോ ബിഫോർ സ്റ്റാർട്ട് ഫ്ലൈങ് വി ഹാവ് ടു ഡു ദ സിമുലേറ്റർ സെഷൻ. സോ നിങ്ങളെല്ലാവരും അവെയർ ആണല്ലോ സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താണെന്നുള്ളത് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടല്ലോ. ആ ഒരു കോക്പിറ്റിന്റെ തന്നെയുള്ള ആ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഇരുത്തി ആ ഒരു ഫ്ലൈയിങ്ങിന്റെ ആ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരും. എന്നിട്ടാണ് നമുക്ക് ആക്ച്വൽ എയർക്രാഫ്റ്റ് നമ്മൾ ഫ്ലൈയിങ് തുടങ്ങുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞു ഔട്ട് ഓഫ് ദാറ്റ് 200 hours നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് 200 hours ഓഫ് ഫ്ലൈങ് നമുക്ക് ചെയ്യാം. അതിൽ 185 hours നമ്മൾ സിംഗിൾ എഞ്ചിൻ, 15 hours നമ്മൾ മൾട്ടി എഞ്ചിൻ. അപ്പം സിംഗിൾ എഞ്ചിനാണെങ്കിലും മൾട്ടി എഞ്ചിനാണെങ്കിലും നമുക്ക് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ സിമുലേറ്റർ സെഷൻ അവർ കണ്ടക്ട് ചെയ്യും. അത് നമുക്ക് എന്നിട്ട് അതിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ പാസ്സായി മാത്രമേ നമുക്ക് ആക്ച്വൽ ഫ്ലൈങ്ങിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഫ്ലൈയിങ് ട്രെയിനിങ് മൊത്തം 200 hours ആണ്. അതിൽ ഔട്ട് ഓഫ് ദ 200 hours യു ഹാവ് ടു ഫ്ലൈ 100 hours ഓഫ് സോളോ ഫ്ലൈങ് എന്ന് പറയുന്ന ഈ 200 hours 100 മണിക്കൂർ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഫ്ലൈ ചെയ്യണം. എന്നാലും നമുക്ക് ലൈസൻസിനായിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഫിനിഷിംഗ് ദിസ് 200 hours പ്ലസ് 7 സബ്ജക്ട്സ് ഓഫ് DGC എക്സാംസ് ആൻഡ് ഈ മെഡിക്കൽ റിപ്പോർട്ട്, ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലൈസൻസിന് വേണ്ടി നമുക്ക് DGCയുടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. Here I have mentioned some DGC approved academies. അത് കുറെ ഉണ്ട് ആക്ച്വലി. ഞാൻ അതിലൊരു മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഒരു 5-6 ഫ്ലൈയിങ് ക്ലബിന്റെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാഡമി, ഞാൻ ഫ്രം വെയർ ഹാവ് ഡൺ മൈ CPL, Igruva, that is in Lucknow. Then National Flying Training Institute, NFTI, Gondia, that is in Maharashtra. Chimes Aviation Academy, Madhya Pradesh. APFT, Hyderabad. Trivandrum Flying Club. പിന്നെ ഇത് കൂടാതെ വേറെ പല ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. ബോംബെ ഫ്ലൈയിങ് ക്ലബ് അല്ലെങ്കിൽ ബീഹാർ, അങ്ങനെ പല പല ഫ്ലൈയിങ് ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും മാത്രമാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ ഇതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫ്രം എൻ്റെ ആ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എല്ലാം വെച്ച് പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് ഫ്ലൈയിങ്, ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഈവൻ ഐ എം എ പേഴ്സൺ ഹു ലവ് ട്രാവലിംഗ്. സോ നമുക്ക് വി ക്യാൻ എക്സ്പ്ലോർ ദ വേൾഡ് ഫോർ ഈച്ച് ആൻഡ് എവറി കോർണർ വി ക്യാൻ ഗോ ആൻഡ് ജസ്റ്റ് എക്സ്പ്ലോർ. അതുകൂടാതെ വി ആർ ഗെറ്റിംഗ് എ ഡീസെന്റ് സാലറി ഓൾസോ. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കും ഈ ഒരു ഫ്ലൈയിങ്ങിനോട് അല്ലെങ്കിൽ ട്രാവലിങ്ങിനോടൊക്കെ ഒരു പാഷനായിട്ടുള്ള ആളെ സംബന്ധിച്ച് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പല അഡ്വാൻറ്റേജസ് നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ സാധിക്കും. പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തതിന്റെ ഡസൻ റിക്വയർ എ ഡിഗ്രി. അത് ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ്. പക്ഷേ നമ്മളല്ലാതെ ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ആക്ച്വലി ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. വേറെ ഒന്നുമില്ല, ഞാനാണെങ്കിലും ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ CPL കോഴ്സ് I was regretting that I would have also done a good graduation. ഏതിലെങ്കിലും ഒരു ഗ്രാജുവേഷൻ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പിന്നെയല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫഷനിൽ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഏതൊരു പ്രൊഫഷൻ നമ്മൾ നോക്കിയാലും ആ ഒരു 10+2 എന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ഒരു ജോലി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഗ്രാജുവേഷൻ എടുത്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി റിയലി ഗുഡ്. പിന്നെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്ച്വലി നമ്മളത് വല്ലാണ്ട് മാറിപ്പോകും. നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ കാണില്ല. നമുക്ക് എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ടൈമിങ്ങിലായിരിക്കും ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ ഒന്നും കാണില്ല. എന്താ പറയുക, ചില ദിവസങ്ങളിൽ രാവിലെ ആയിരിക്കും ഫ്ലൈറ്റ്, ചില ദിവസങ്ങളിൽ രാത്രിയിലായിരിക്കും, ചില ദിവസങ്ങളിൽ നമുക്കൊരു ഈവനിങ് ടൈം പോയിട്ട് പിന്നെ ഒരു ഏർലി മോർണിംഗ് ആയിരിക്കും നമ്മൾ തിരിച്ചു വരും. നമ്മളൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും നമുക്ക്. പിന്നുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടൊരു ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഓണം, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ, ഇങ്ങനത്തെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യും. നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ലീവ് എടുത്ത് വരാനോ ഒന്നും സാധിക്കുന്നതല്ല. അപ്പൊ അതൊക്കെ എൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. പിന്നെ CPL ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ചെയ്താൽ തന്നെ നമുക്ക് ജോലിയും കിട്ടും, ദാറ്റ് ഐ ക്യാൻ അഷ്വർ ദാറ്റ്. പക്ഷെ വെൻ, ഹൗ ആൻഡ് വെയർ, അതെനിക്ക് ഒരിക്കലും എനിക്കൊരു അഷ്യൂരിറ്റി തരാൻ പറ്റില്ല. കാരണം ഇപ്പം ഈ ഒരു പാൻഡമിക് വല്ലാണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി കുറച്ച് നാളത്തേക്ക് എങ്ങനെ പോയാലും ഒരു വേക്കൻസീസിന്റെ കാര്യങ്ങളെല്ലാം കുറച്ച് ഡള്ളായിരിക്കും.
സോ അതൊക്കെയാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ലാക്ക് ഓഫ് ജോബ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ CPL ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും, ആ ഒരു കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ അതിനുള്ള ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ കോഴ്സ് ഫീ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ my CPL for me it cost around 40 lakhs including everything. അതിൻ്റെ അകത്ത് എൻ്റെ ഫ്ലൈയിങ് ഫീ അല്ലെങ്കിൽ ഗ്രൗണ്ട് ട്രെയിനിങ് ഫീ, എൻ്റെ ഹോസ്റ്റൽ ഫീ അല്ലെങ്കിൽ എൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എനിക്കൊരു 40 lakhs ആയിട്ടുണ്ട്. ആസ് ഓഫ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഒരു 45 to 48 lakhs എക്സ്പെൻസ് വരുന്നുണ്ട്. അത് ആഫ്റ്റർ ഫിനിഷിംഗ് മൈ കോഴ്സ് they have done some changes in the fee structure. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അറൗണ്ട് ഒരു 45 to 48 lakhs ആവുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു അവരുടെ വെബ്സൈറ്റിൽ അത് അവർ ചേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ എബ്രോഡ് പോവുകയാണെങ്കിൽ പല സ്ഥലത്തും പല ഫീ സ്ട്രക്ചറാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ചിലയിടത്തൊക്കെ ചെയ്തെടുത്ത് 25 to 40 lakhs ഒക്കെ ചെയ്തവരുണ്ടെന്ന് പറയും. ചിലർക്കൊക്കെ അതൊരു 80 to 85 lakhs ആയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. സോ അതെല്ലാം ഓരോരോ സ്ഥലത്തിനെ ബേസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈയിങ് സ്കൂളിന്റെ ആ ഒരു ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും ജോബിന്റെ കാര്യത്തിൽ ഒരു ജോബ് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷെ എത്ര നാളെടുക്കും അല്ലെങ്കിൽ ടൈം പീരീഡ് എത്ര നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്ക് ഒരിക്കലും എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അത് പക്ഷേ ആഫ്റ്റർ ഗെറ്റിംഗ് എ ജോബ് യു വിൽ ഹാവ് എ ഡീസെന്റ് സാലറി എമൗണ്ട് ആൻഡ് ഓൾ. സോ ഇപ്പൊ നമ്മൾ ആ ഒരു വരുന്ന ആ ഒരു എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വിത്തിൻ ഫ്യൂ ഇയേഴ്സ് വി ക്യാൻ ഏൺ ദാറ്റ് ബാക്ക്. പിന്നെ സീനിയോറിറ്റി ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ സാലറിയുടെ ലെവൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഇൻക്രീസ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക, ഏറ്റവും ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സോ പിന്നെ ഇതിന്റെ ഗെറ്റിംഗ് എ പൈലറ്റ് ലൈസൻസ് ഈസ് നോട്ട് ഈക്വലന്റ് ടു എ ഡിഗ്രി ഓർ ഗ്രാജുവേഷൻ. ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫീൽഡിലേക്കും നമുക്ക് വേറൊരു പ്രൊഫഷൻ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമുക്കൊരു വേറൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇൻ കേസ് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു പാൻഡമിക് കാരണം ഞാൻ പറഞ്ഞ പോലെ വേക്കൻസിയും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് വേറൊരു ഗ്രാജുവേഷൻ ഉണ്ട് എന്നെങ്കിൽ നമുക്ക് വേറൊരു പ്രൊഫഷണൽ നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും. സോ ഈ CPL എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ലൈസൻസ് മാത്രമാണ്. അത് വെച്ച് നമുക്ക് വേറൊരു ജോബിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഈസ് ബേസിക്കലി ആഫ്റ്റർ ഡൂയിങ് ദ CPL ഇറ്റ്സ് അവർ ചോയ്സ് വെദർ വി വാണ്ട് ടു ഡു ദ ടൈപ്പ് റൈറ്റിംഗ് ഓർ നോട്ട്. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are several companies like Airbus, Boeing, ATR, Bombardier. There are several manufacturing companies like this. സോ അവർക്കെല്ലാം പല ടൈപ്പ് എയർക്രാഫ്റ്റുകളുണ്ട്. അപ്പം ബേസിക്കലി ഇതൊരു സ്പെഷ്യലൈസേഷൻ പോലെയാണ് ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. I have done the type writing after my CPL. ഞാൻ Airbus 320 എന്നുള്ള എയർക്രാഫ്റ്റിലാണ് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ചെയ്തത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മിക്ക എയർലൈൻസിനും Airbus 320 ഉണ്ട്, എക്സെപ്റ്റ് സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് ആൻഡ് ജെറ്റ് എയർവേസ്. they have shut down last year, but again they are coming back. ഒരു ഗുഡ് ന്യൂസ്, വി ആർ ഓൾസോ എക്സ്പെക്ടിങ് ദാറ്റ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ Airbus 320 ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാൻ കാരണമായത്. അത് കഴിഞ്ഞ് ഞാൻ ആഫ്റ്റർ ഫിനിഷിംഗ് മൈ ടൈപ്പ് റൈറ്റിംഗ് എയർ ഏഷ്യ വേക്കൻസീസ് വന്നു, ടൈപ്പ് റൈറ്റഡ് വേക്കൻസീസ് വന്നു. അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ അതിൻ്റെ അകത്ത് കയറാനിടയായത്. പിന്നെ റെസിഷൻ ഹെഡ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു പാൻഡമിക് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഈ ഒരു ഫീൽഡ് കുറച്ച് ഡൗൺ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്കിപ്പം ജോലി അല്ലെങ്കിൽ ഒരു എയർലൈൻസിൽ എന്ന് വേക്കൻസി വരും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ സ്മൂത്ത് ആവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ലോൺസ് ആൻഡ് സ്കോളർഷിപ്സ്, ലോണിന്റെ കാര്യങ്ങൾ ബേസിക്കലി ഇപ്പം നമുക്ക് സെക്യൂരിറ്റി വെച്ച് തന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഒരു എന്താ പറയാ, ചില ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് IGRUA, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി, അവിടെ ബാങ്ക് ഓഫ് ബറോഡയായിട്ട് ടൈപ്പ് ഉള്ളതാണ്.
സോ ആ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാണെങ്കിൽ അറൗണ്ട് 9% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതല്ലാതെ വേറെ ബാങ്കുകളൊക്കെ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10.5% അങ്ങനെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. സോ അതും കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പം ലോൺ എടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ഇതിന് എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതിന് ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കിട്ടും. പക്ഷെ അതിനുള്ളൊരു സെക്യൂരിറ്റി നമുക്ക് ബാങ്കിൽ വെക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് നോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്ന പോലെ ഇതിന് കിട്ടുന്നതായിരിക്കുമല്ല. അതും ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ അത് ഈ പറഞ്ഞ പോലെ ഇഗ്രു ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ വിജ്ഞാന അക്കാദമി അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നതായിരിക്കും. കാരണം സ്കോളർഷിപ്പുകളുടെ കാര്യം അവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന സ്കോളർഷിപ്പും കാര്യങ്ങളല്ല ഇപ്പോൾ അവർ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സ്പീരിയൻസ് ആൻഡ് ഹൈലൈറ്റ്സ്. മൈ എക്സ്പീരിയൻസ് ആസ് ആൻ ഇഗ്രു കാഡറ്റ്, അതിനെക്കുറിച്ച് ഞാൻ ഇഗ്രുവിൽ എൻ്റെ ഫ്ലൈയിങ് ട്രെയിനിങ് ചെയ്ത കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കമ്പയർഡ് ടു അതർ ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ഫ്ലൈയിങ് ഇഗ്രു എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവിധ ഫെസിലിറ്റീസും അതായത് ഫ്ലൈയിങ് ക്ലബ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ഫ്ലൈയിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇഗ്രു എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80 to 90% എല്ലാവരും തന്നെ എക്സ് എയർഫോഴ്സ് പൈലറ്റ്സ് ആയിരുന്നു. ഈവൻ ഗ്രൗണ്ട് ട്രെയിനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലൈയിങ് ആയിക്കോട്ടെ അവിടെ എല്ലാം ഞങ്ങൾക്ക് ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ ഒരു എക്സ് എയർഫോഴ്സ് പൈലറ്റ്സിനോട് ഫ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രൗണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പയർ ചെയ്ത് നോക്കുന്നത്. പിന്നെ ആസ് എ പൈലറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഒരു ദോസ് ഹു ആർ പാഷനേറ്റ് അബൌട്ട് ഫ്ലൈയിങ് ട്രാവലിംഗ് ആൻഡ് ഓൾ ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് നമുക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത്. പിന്നെ ഫ്ലൈയിങ് എക്സ്പീരിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫ്ലൈയിങ് ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ ഐ ഹാഡ് എ ചാൻസ് ടു ഗോ ടു 3 different എയർപോർട്ട്സ് ആസ് പാർട്ട് ഓഫ് മൈ ഫ്ലൈയിങ് ട്രെയിനിങ്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ അതും സോളോ ഫ്ലൈറ്റ് ആയിരുന്നു. അത് 3 സ്റ്റേറ്റ്സിലുള്ള ഡിഫറെന്റ് എയർപോർട്ടിൽ നമ്മൾ പോയി ലാൻഡ് ചെയ്യുക. അതും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സോളോ ഫ്ലൈറ്റിന് പോയി അവിടെ ലാൻഡ് ചെയ്ത് അവിടുത്തെ പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്ന അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പൊ എന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് തോന്നിയത് ആ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അതെനിക്ക് അത്രയും നല്ലൊരു സന്തോഷം ഉണ്ടാക്കി. കാരണം നമ്മൾ ഇപ്പം ആദ്യമൊക്കെ നമ്മുടെ കൂടെ നമുക്ക് ഫ്ലൈയിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഇൻസ്ട്രക്ടർ ഉണ്ട്. അപ്പം നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെക്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റ് ആണോ ആ ഒരു രീതിയിലെല്ലാം നോക്കി അത് അവർ മേക്ക് ഷുവർ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ഫ്ലൈറ്റിനൊക്കെയാണ് അവർ വിടുള്ളൂ. സോ അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരു മൂന്ന് എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് തിങ്. യുനോ നമുക്ക് നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മൊമെന്റ് തന്നെയാണ്. സോ യാ, താങ്ക് യു ഗൈസ്. താങ്ക്സ് എ ലോട്ട് സർ. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് അടുത്തതായി നമ്മുടെ പാർട്ടിസിപ്പൻസ് ചോദിച്ച കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് വൺ സർ, ഈ ഒരു കണ്ടീഷൻ ഓഫ് ഹൈജാക്ക് അല്ലെങ്കിൽ ഒരു എമർജൻസി ലാൻഡിങ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹൗ ആർ ദ പൈലറ്റ്സ് ട്രെയിൻ ഫോർ ദാറ്റ്? ബേസിക്കലി ഞങ്ങൾക്ക് ഈ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുമ്പോൾ അതിനെല്ലാം നമുക്കത് വെൽ ട്രെയിൻഡ് ആണ്. ഇപ്പം ഒരു ഡിച്ചിങ് നമുക്ക് വാട്ടർ ബോഡീസിൽ പോയി ലാൻഡ് ചെയ്യുന്നതാണ് ഡിച്ചിങ് എന്ന് പറയുന്നത്. അതിനെല്ലാം നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതെന്താണെന്നുള്ളതെല്ലാം നമുക്ക് ട്രെയിനിങ്ങിന് സമയത്ത് നമുക്ക് തരുന്നതാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ CPL ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഈ ഡിച്ചിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അല്ലാതെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളത് ആക്ച്വലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിമുലേറ്റർ സെഷൻ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈജാക്കും നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന് ചെയ്യാനുള്ളത്. ഇപ്പൊ ഹൈജാക്ക് സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അവർ പറയുന്നത് തന്നെ നമ്മൾ
ചെയ്യാൻ, ഐ മീൻ ഇപ്പം വാട്ട് എവർ ദേ സേയിങ് വി ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. കാരണം പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ അത് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പോലും പ്രഡിക്ഷൻ ഇല്ല. അപ്പം വാട്ട് എവർ ദേ സേയിങ് വി ജസ്റ്റ് നീഡ് ടു നമ്മൾ ആ പറയുന്ന അതേപോലെ തന്നെ ചെയ്യുക. അതാണ് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ഒരു കാര്യം. പിന്നെ അതുകൂടെ വേറെ കുറച്ച് പ്രൊസീജിയേഴ്സും ഉണ്ട്. താങ്ക് യു സർ. ഇനി അടുത്തത് ഒരു പൈലറ്റ് ആയിട്ടിരിക്കുമ്പം അത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്? പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എന്താണ് പൈലറ്റ് പൊസസ് ചെയ്യുന്നത്? ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് എന്താ പറയാ, ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വേണം. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജിൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ലാംഗ്വേജും അതൊരു പാർട്ടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സിറ്റുവേഷൻ വന്നു, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മംഗലാപുരം എയർ ഇന്ത്യ ക്രാഷിന്റെ ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കോപ്പൈലറ്റ് അയാളുടെ ക്യാപ്റ്റനെ നല്ല രീതിയിൽ ഭയങ്കര പേടിയായിരുന്നു പുള്ളിക്ക്. ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹി വാസ് ആൻ അരഗൻ ഗായ്. ദ ക്യാപ്റ്റൻ വാസ് ആൻ അരഗൻ ഗായ്. സോ ആ ഒരു മിസ്റ്റേക്ക് കോപ്പൈലറ്റിന് മനസ്സിലായെങ്കിലും ഹി വാസ് നോട്ട് റെഡി ടു ടെൽ ദ ക്യാപ്റ്റൻ ദാറ്റ് ദിസ് ഇസ് ദ സിറ്റുവേഷൻ ആൻഡ് വി ഷുഡ് ഗോ അറൗണ്ട്. ആ ഒരു ബാരിയർ വന്നുകൊണ്ടാണ് ആ കോപ്പൈലറ്റ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും മിണ്ടിയുമില്ല. ആ ഒരു പോകുന്ന രീതിയിൽ തന്നെ പോയി. അങ്ങനെ ആ എയർക്രാഫ്റ്റ് അവിടെ മംഗലാപുരം അതൊരു ഈയിടെ നമുക്ക് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ നടന്ന ആ ഒരു സിറ്റുവേഷൻ പോലെ തന്നെ ആണ് അവിടെ മംഗലാപുരം എയർപോർട്ടിലും സംഭവിച്ചത്. സോ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഒരു ബാരിയറും ഇല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് തോന്നിയാലും, എന്ത് പ്രശ്നങ്ങൾ തോന്നിയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യണം. ഓക്കെ സർ. ഇനിയും എയർപ്ലെയിൻസിലുള്ള ടൈപ്സ് ഓഫ് എൻജിൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ടൈപ്സ് ഓഫ് എൻജിൻസ് ഇപ്പം ഞാനൊക്കെ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ലീപ്പ് എൻജിൻ എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. പിന്നെ CFM, പിന്നെ പ്രാറ്റ് ആൻഡ് വിറ്റ്നി, അങ്ങനെ പല പല ടൈപ്പ് എൻജിൻസ് വരുന്നുണ്ട്. പിന്നെ വലിയ വലിയ എയർക്രാഫ്റ്റിൽ ഇപ്പോൾ ബോയിങ് 777 അല്ലെങ്കിൽ അങ്ങനത്തെ എയർക്രാഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റോൾസ് റോയ്സിന്റെ എൻജിൻസ് വരുന്നുണ്ട്. അങ്ങനെ പല പല എന്താ പറയാ മാനുഫാക്ചേഴ്സ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് upon the company. They will choose the engine, choose the manufacturer, and they will use that engine. ഓക്കെ സർ. സർ ഫ്ലൈയിങ് തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ നാളായി. അപ്പൊ ഫ്ലൈയിങ്ങിന്റെ ഇടയ്ക്ക് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഞാനത് പറഞ്ഞ എൻ്റെ ഒരു സ്പെഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഇതുവരെ സോഫാർ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. ഞാൻ ആ ഒരു സോളോ ഫ്ലൈറ്റ് ഞാൻ ആ ഒരു 3 ഡിഫറെന്റ് എയർപോർട്ട്സിൽ പോയി ലാൻഡ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു ഫോർമാലിറ്റീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട്, ഐ മീൻ നമുക്ക് പോയി ഒറ്റയ്ക്ക് പോയി ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ദ സ്പെഷ്യൽ മൊമെന്റ് ഫോർ മീ. ഓക്കെ സർ. ഇനിയിപ്പോ നമ്മുടെ പോസ്റ്റ് കോവിഡ് എറയിലൊക്കെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഏവിയേഷൻ സെക്ടറിനെ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ ഒരു ഇപ്പം നിലവിൽ ഈ ഒരു പോസ്റ്റ് കോവിഡിന്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസീസ് എങ്ങനെ പോയാലും കുറച്ച് നാളത്തേക്ക് മാർക്കറ്റിൽ നില്ലായിരിക്കും. പിന്നെ നമുക്ക് ഇവൻച്വലി നമുക്ക് ഇപ്പം ഈയിടെയാണല്ലോ നമ്മുടെ ഏവിയേഷൻ മിനിസ്റ്റർ, സെൻട്രൽ ഏവിയേഷൻ മിനിസ്റ്ററിന്റെ ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. വിത്തിൻ 1 year ദേ നീഡ് അറൌണ്ട് 9,000 പൈലറ്റ്സ്. അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ എയർലൈൻസിന്റെയും പുതിയ എയർക്രാഫ്റ്റിന്റെ ഓർഡേഴ്സിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ദേ ഹാവ് ഗിവൺ ഓൾമോസ്റ്റ് ഓൾ ദ കമ്പനീസ്. സോ ഓരോ എയർക്രാഫ്റ്റിനും 12 പൈലറ്റുമാർ വെച്ചാണ് അവർ നമുക്ക് ഒരു കണക്ക് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരും വർഷങ്ങളിൽ എങ്ങനെ പോയാലും പൈലറ്റുമാരുടെ ആ ഒരു റിക്വയർമെന്റ് എന്തുകൊണ്ടും വളരെ വളരെ കൂടുതൽ തന്നെയായിരിക്കും. പക്ഷെ ഈ ഒരു പാൻഡമിക്കിന്റെ ഈ ഒരു സ്റ്റേജ് കഴിയുന്നിടം വരെ ഒരു കുറച്ച് ട്രബിൾസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ സർ. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, വിച്ച് ഇസ് ദ ലീസ്റ്റ് ഫേവറേറ്റ് എയർപോർട്ട് ടു ലാൻഡ്? എപ്പോഴും ഈ പൈലറ്റ്സിന് നൈറ്റ്മെയർ വരുന്ന ഒരു എയർപോർട്ട് ഏതായിരിക്കും? അത് ഈ മംഗലാപുരം ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ മംഗലാപുരം എയർപോർട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. പിന്നെ അത് ഷോർട്ടസ്റ്റ് റൺവേ ആണ് അവിടുത്തെ. അപ്പൊ അതുകൊണ്ട് അവിടെ കോപ്പൈലറ്റ് ഒരിക്കലും ലാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ട്. എപ്പോഴും ക്യാപ്റ്റൻസ് മാത്രമേ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയർപോർട്ട്.
ഓക്കെ സർ. സർ ടൈപ്പ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. അപ്പം ഈ ടൈപ്പ് റൈറ്റിങ്ങിന്റെ ആക്ച്വൽ എക്സ്പെൻസസ് എത്രയായിരിക്കും? അപ്പം നമ്മൾ ആക്ച്വലി എയർലൈൻ കവർ ചെയ്യാണോ അതോ നമ്മൾ തന്നെ അത് ബെയർ ചെയ്യണോ? That's what I told you. Like it depends upon us actually. There are some people who are doing the typewriting just after their CPL. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ CPL കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ചെയ്തത്. സോ എനിക്ക് 11 lakhs ആയിരുന്നു എൻ്റെ ഒരു ടൈപ്പ് റൈറ്റിംഗ് ചെയ്തതിന് എനിക്ക് ആയ ഒരു എമൗണ്ട്. പക്ഷേ there were some people who has done the type writing after getting into the airline. So they had to spend around 32 lakhs. Instead of this 11 lakhs, they had to spend 32 lakhs. അതും ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഈ ടൈപ്പ് റൈറ്റഡ് വേക്കൻസീസ് എങ്ങനെ വരും, അല്ലെങ്കിൽ അത് ചില എയർലൈൻസ് അത് നമുക്ക് അവര് തന്നെ CPL കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇൻഡക്ട് ചെയ്തിട്ട് കമ്പനി തന്നെ ഡയറക്റ്റ് ടൈപ്പ് റൈറ്റിങ്ങിന് വിടുന്നവരുണ്ട്. സോ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി, അതങ്ങനെ ചെയ്യുള്ളൂ. അപ്പം പക്ഷേ ഇൻ മൈ പെർസ്പെക്റ്റീവ് ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ഒരു വേക്കൻസി വരുമ്പോൾ കയറുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. Okay, sir. അപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ what do you say as advice for an aspiring pilot? സാറിന്റെ അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ചെയ്യുന്നു, അപ്പം അതിൽ നല്ല രീതിയിൽ നമുക്ക് പഠിച്ച ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു പാൻഡമിക് എല്ലാം ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് എല്ലാം പതുക്കെ ഇനി ബൂം ചെയ്യാൻ തുടങ്ങും. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്താൽ വളരെ എന്തായാലും നന്നായിരിക്കും. പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു CPL ചെയ്തു എന്ന് വെച്ച് നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ CPL ചെയ്ത് കഴിഞ്ഞാൽ ജോബിന്റെ കാര്യത്തിൽ നമുക്കൊരു ഒരു ഒരു പ്രശ്നമാവത്തില്ല. പക്ഷെ അത് എത്ര നാൾ എടുക്കും എന്നുള്ളത് മാത്രമാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അത് നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ സർ, വളരെയധികം നന്ദി. വളരെ നല്ല ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ശരത്തിനെ ഇൻവൈറ്റ് ചെയ്യാം ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. ഹലോ, കേൾക്കാമോ? ഹായ് ശരത്, പറഞ്ഞു. Okay, sir. It's nearly 45 minutes since we started this session, and I think it was really wonderful hearing you. നമുക്കൊരു പൈലറ്റിന്റെ എക്സ്പീരിയൻസ് അവരിൽ നിന്ന് തന്നെ കേൾക്കുക, ലൈക്ക് ഒരു ആർട്ടിക്കിൾ വായിക്കുക, അല്ലെ ന്യൂസ് പേപ്പർ വായിക്കുക, അതിനെക്കാട്ടിലും നല്ലത് ഒരു ഓക്കെ. ഈസ് ദർ എനി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ? നമുക്കൊരു കമന്റ് വന്നതാ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നതാണ്. നമ്മള് ഡൗട്ട്സ് ചോദിക്കാൻ നേരത്തെ ഫോം ഫില്ല് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ആ ഒരു സെഷൻ ഒഴിവാക്കിയത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെ ചോദിക്കാവുന്നതാണ്. ഹലോ സാർ. ഹലോ, ഹായ് സാർ. ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കേട്ടില്ല, ഞാൻ ഇതിനകത്ത് ഇല്ലാതെ പോയി. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇതാണ്, ഈ CPL എന്ന് പറയുന്നത് ഈ ടൈപ്പ് റൈറ്റിംഗ് കൂടെ ഉൾപ്പെടെയാണോ CPL എന്ന് പറയുന്നത് സാർ? അല്ലല്ല, CPL എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, അത് നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒരു ലൈസൻസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിനുശേഷം നമുക്കൊരു, ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യലൈസേഷൻ പോലെയാണ്. ഇപ്പം പല പല എയർക്രാഫ്റ്റുകളുണ്ട്, എയർബസ് 320, എയർബസ് 330, എയർബസ് 350, അല്ലെങ്കിൽ ബോയിങ് 737, അല്ലെങ്കിൽ ബോയിങ് 777, ബോയിങ് 787, പല ടൈപ്പ് എയർക്രാഫ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ അതിലൊരു ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്ത്യയിൽ നമുക്ക് പല പല എയർലൈൻസ് ഉണ്ട്. അതിലെല്ലാം തന്നെ കൂടുതലും എയർബസ് 320 എന്നുള്ള എയർക്രാഫ്റ്റ് ആണ് കൂടുതൽ. അപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് കൂടുതൽ ആൾക്കാരും CPL കഴിഞ്ഞിട്ട് ഈ എയർബസ് 320 ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാൻ കൂടുതലും ആൾക്കാർ പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പാസഞ്ചർ ഫ്ലൈറ്റ് റൺ ചെയ്ത് പഠിക്കുന്ന ആ ഒരു സംഭവമാണോ? അതിന്റെ നമുക്ക് ഒരു സിമുലേറ്റർ പോലെ തന്നെ നമുക്ക് ആ ഒരു ആക്ച്വൽ കോക്പിറ്റിന്റെ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ആ ഒരു 3D ഫ്ലൈങ്, നമ്മൾ ആക്ച്വലി ഫ്ലൈങ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഇതിന്റെ രീതിയിൽ ട്രെയിനിങ് നമുക്ക് അതിൻ്റെ തരുന്നത് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ 25 to 40 lakhs എന്നുള്ളത് CPL മാത്രമാണോ, അതോ ഇൻക്ലൂഡിംഗ് ടൈപ്പ് റൈറ്റിംഗ്? അല്ല, CPL മാത്രമാണ് ആ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇപ്പം 25 to 40 അല്ല. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പറഞ്ഞത്, ഒരു 45 to 48 lakhs ആയിട്ടുണ്ടാവും. അവര് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഫീസ് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ. അപ്പം ഈ ടൈപ്പ് റൈറ്റിംഗിന് ഏകദേശം എന്തോരം ഫീസ് ആവുമായിരിക്കും? ടൈപ്പ് റൈറ്റിംഗ് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് CPL ശേഷം. സോ എനിക്ക് എക്സ്പെൻസ് വന്നെന്ന് പറഞ്ഞാൽ 11 lakhs ആണ്. അത് കൂടാതെ ഇപ്പോൾ ഈ CPL കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മൾ വേക്കൻസി, ഒരു എയർലൈൻസിൽ വേക്കൻസി വന്നിട്ട് നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്യുവാണെങ്കിൽ പല പല കമ്പനീസിലും പല പല ഫീസാണ് അവർ പറയുന്നത്. ഇപ്പം
ചിലർക്ക് 25 lakhs ആവുന്നുണ്ട്, ചിലർക്ക് 30 lakhs ആവുന്നുണ്ട്, ചിലർക്ക് 32 lakhs ആവുന്നുണ്ട്. അപ്പം അത്രയും ആ ഒരു ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളിപ്പം കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഈ കൺവെൻഷണൽ ആയിട്ടൊരു CPL എടുക്കുന്നതാണോ ഒരു പൈലറ്റ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന, അത് തമ്മിലുള്ള ഡിഫറൻസ്, പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇൻഡിഗോന്റെ ഒക്കെ നോക്കുമ്പോൾ ഇൻക്ലൂഡിങ് A320 ടൈപ്പ് റേറ്റിംഗ് അപ്വേർഡ്സ് ഓഫ് 1 crore എക്സ്പെൻസ് വരുന്നുണ്ട്. സോ ഏതായിരിക്കും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ്? അതെ, കേഡറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് അതിൻ്റെ ഒരു ജോബ് അഷുറൻസ് ഉണ്ട്. നമുക്ക് ആഫ്റ്റർ ഡൂയിങ് അവർ CPL ദർ ഈസ് അഷുറൻസ് ദാറ്റ് വിൽ ഗെറ്റ് ദ ജോബ്. അപ്പം ഈ CPL തന്നെയായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ ഡൂയിങ് ദ CPL നമുക്ക് ഓരോ എയർലൈൻസിൽ വേക്കൻസി വരുന്നതനുസരിച്ച് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹോൾ പ്രോസസ്സിലൂടെ നമുക്ക് പോകേണ്ടി വരും. പക്ഷെ കേഡറ്റ് പ്രോഗ്രാം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ CPL കോഴ്സ് കഴിഞ്ഞ് ഡയറക്റ്റ് അവർ ടൈപ്പ് റേറ്റിംഗിന് അവർ തന്നെ വിടും. ടൈപ്പ് റേറ്റിംഗ് കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. പക്ഷേ CPL മാത്രം ചെയ്യുന്നെങ്കിൽ ഈ വേക്കൻസി വന്നു നമുക്കത് വെയിറ്റ് ചെയ്ത് അതിന്റെ എൻട്രൻസ് എക്സാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം അതിലുണ്ട് CPL മാത്രമേ ചെയ്യുന്നില്ല. പിന്നെ കേഡറ്റ് പ്രോഗ്രാമിന്റെ വേറെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഈ നോർമൽ CPL ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 40 to 45 lakhs അല്ലെങ്കിൽ ആ ഒരു 50 തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ചാർജ് ആണ് നമുക്ക് ഈ കേഡറ്റ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് വരുന്നത്. അപ്പൊ സാറേ ഈ ഒരു 30 to 40% മോർ സ്പെൻഡ് ചെയ്യുന്നത് വർത്ത് ആയിരിക്കും അപ്പൊ കേഡറ്റ് പ്രോഗ്രാമിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ? ആ ഒരു പറയോ? കേഡറ്റ് പ്രോഗ്രാമിനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെർത്താന്നാണ് ചോദിക്കുന്നത്? അതെ, 30-40% മോർ കോസ്റ്റ് വരുന്നുണ്ടല്ലോ അതിന് പോകുമ്പോൾ. പക്ഷെ ആ ഒരു ജോബ് സെക്യൂരിറ്റിയുടെ ആ ഒരു റിസ്ക് വെർത്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു ജോബ് അഷ്യൂരിറ്റി ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റും. എത്ര വർഷം ബോണ്ടാണോ അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് പകരമായിട്ട്? എന്താ ഇത്ര വർഷം ബോണ്ടാണ് കൊടുക്കേണ്ടത്? എയർലൈന് ബോണ്ട് കൊടുക്കണോ നമ്മള്? ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആ CPL ഇപ്പൊ കേഡറ്റ് പ്രോഗ്രാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ CPL കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ജോയിനിങ് ദ കമ്പനി, ഇപ്പം ഇൻഡിഗോ കേഡറ്റ് പ്രോഗ്രാം ചെയ്യുന്നെങ്കിൽ ആഫ്റ്റർ ജോയിനിങ് ഇൻ ഇൻഡിഗോ വിൽ യു വിൽ സ്റ്റാർട്ട് ദ ബോണ്ട്. ആ ബോണ്ട് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് അത് അവർ നിങ്ങളെ കമ്പനി ഡയറക്റ്റ് അറിയുന്നതായിരിക്കും. സാർ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇന്ത്യയിൽ അപ്പോൾ ഒരു A320 ടൈപ്പ് റേറ്റിംഗ് എടുക്കുവാണെങ്കിൽ അത് പിന്നെ ഭാവിയിൽ നമുക്ക് ലോങ് ഹോൾ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സെക്ടറിലേക്ക് പോകാൻ എന്തോരം ആ ഒരു ചാൻസ് ഉണ്ട് A320 ആണെങ്കിൽ? 320 നമുക്ക് ബേസിക്കലി നമുക്ക് ഇന്റർനാഷണൽ സെക്ടേഴ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ എയർലൈൻസിനും നമുക്ക് ഇന്റർനാഷണൽ സെക്ടേഴ്സ് ഉണ്ട്, 320 ഫ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതൊന്നും 320 ടൈപ്പ് റേറ്റിംഗ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊന്നും ഡൊമസ്റ്റിക്കിൽ മാത്രമല്ല, നമുക്ക് ഇന്റർനാഷണൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു പ്രോബ്ലം അല്ല. ഇന്ത്യൻ കണ്ടീഷനിൽ ഒരു വൈറ്റ് ബോഡി ടൈപ്പ് റേറ്റിംഗ് അത്ര എന്താ പറയാ പെർഫെക്റ്റ് അല്ല. വൈറ്റ് ബോഡി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന്റെ റിസ്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പം വൈറ്റ് ബോഡി വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യയിലെ എയർലൈൻസിൽ. അത് മാത്രമല്ല അവര് എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്സിനെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് ബോഡീസ് ഒക്കെ ആണെങ്കിൽ. സോ എപ്പോഴും ഈ 320 അല്ലെങ്കിൽ 737 ഒക്കെയാണ് കൂടുതലും ആൾക്കാർ ഈ ഒരു കണ്ടീഷനിൽ ടൈപ്പ് റേറ്റിംഗ് ചെയ്യാറ്. താങ്ക് യു സർ. Is it better to do ground training before joining the flight school or after joining with the course? Yeah, it should actually you can do that also. Like before joining the institute, you can do this ground classes. Delhi you will find some flying institute like coaching center. You will find some coaching centers. From there, you can do the ground classes and you can clear your exams. Like all the 7 subjects you can clear and you can go and join the flying institutes. പക്ഷെ ഇപ്പോൾ IGRU ഇപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈവൻ ആഫ്റ്റർ ഫിനിഷിംഗ് ദ നമ്മൾ ആദ്യം ആ ഒരു എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്താലും ഇറ്റ്സ് മാൻഡേറ്ററി ദാറ്റ് യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദ ഗ്രൗണ്ട് ക്ലാസ്സസ് വിച്ച് ദേ ആർ കണ്ടക്ടിങ്. അവർ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഗ്രൗണ്ട് ക്ലാസ്സും നമുക്കത് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ സമയത്ത് വേറെ പല ഫ്ലൈയിങ് ക്ലബിൽ ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഫ്ലൈയിങ് ഡയറക്ട്ലി. So is there any benefit of doing it before, like funder korayum? Sorry, it's not audible. No, I mean before joining the flying school, if we do ground training, can we save more fund or something like that? More fund?
Yeah, means can we reduce the cost of training? Yeah, you can that fund will be less actually compared to the after joining the institute. അത് ലെസ് ആയിരിക്കും കാരണം നമ്മളിപ്പോൾ ഒരു വേറൊരു കോച്ചിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ the amount will be very less. Okay, sir. Thank you. Hello. Hello, sir. Oh yeah. Hello, fine. Hello, sir. Sir, good evening. Good evening. Good evening. Sir, myself, my name is Moses. Okay. So, am I audible to you? Yeah, audible. Go ahead. So, sir, എൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ? Yeah, പറഞ്ഞു. സാർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്ലാസ് 1 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് മാൻഡേറ്ററി ആണോ? ക്ലാസ് 1 മെഡിക്കൽ നമുക്ക് 150 hours വരെ നമുക്ക് ക്ലാസ് 2 മെഡിക്കൽ വെച്ച് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ആഫ്റ്റർ ദാറ്റ് വെൻ യു ഹാവ് ടു സബ്മിറ്റ് ദ ഡോക്യുമെന്റ്സ് ടു ഗെറ്റ് ദിസ് CPL ലൈസൻസ്, ഒരു CPL കിട്ടുന്ന സമയത്ത് നമ്മൾ DGCയെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് മെഡിക്കൽ പ്ലസ് 200 hours ഓഫ് ഫ്ലൈങ്ങിന്റെ ഡോക്യുമെന്റ്സ് പ്ലസ് ഈ 7 സബ്ജക്ട്സ് DGC എക്സാംസ് ക്ലിയർ ആയതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്താലേ നമുക്ക് CPL ലൈസൻസ് അവർ DGC ഇഷ്യൂ ചെയ്യുള്ളൂ. സോ ക്ലാസ് 1 മെഡിക്കൽ ചെയ്യാന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബെറ്റർ എപ്പോഴും നമ്മൾ ആ ക്ലാസ് 1 മെഡിക്കൽ നമ്മൾ നേരത്തെ തന്നെ ചെയ്യാന്നുള്ളത്. നമുക്ക് ഒരിക്കലും നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി നമ്മൾ പെർമനന്റ്ലി ഒരു അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് വല്ലാണ്ടത് ഒരു ലോസ് ഉണ്ടാവും. What I'm asking is because when I'm attending the workshop of Indigo Airlines cadet programming, they have told that there is no mandatory. That it is not mandatory. And that's why I told you it's not mandatory to do this class 1 medical while joining that. അത് കഴിഞ്ഞ് when you have to submit these documents, this class 1 medical is mandatory. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്ലാസ് 1 മെഡിക്കൽ അവർ ചോദിക്കുന്നില്ല. But when you have to submit all these documents, it's mandatory. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പൊ ബിടെക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇതിനുള്ള ഒരു കരിയർ എങ്ങനെയാ? ഞാൻ പറഞ്ഞു പിന്നെ ആക്ച്വലി അവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10+2 മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ വിത്ത് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് ഇൻ +2. ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നോളജ് കാണും. ഈ ഒരു ഏവിയേഷൻ സെക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് കൂടുതൽ കാണും. അതായിരിക്കും ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ്. അല്ലാതെ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പ്രത്യേകിച്ചില്ല. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സാർ പറഞ്ഞിരുന്നു ഈ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം പൈലറ്റിന്റെ. അപ്പൊ ഞാനിപ്പോ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം ഏകദേശം 10,000 അൺഎംപ്ലോയിഡ് കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് ഉണ്ട് ഇപ്പോ ആസ് പെർ ദ ലേറ്റസ്റ്റ് റെക്കോർഡ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ ഒരു എനി കമന്റ്സ്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു പാൻഡമിക് കാരണമാണ് ഒരു എയർലൈൻസിലും വേക്കൻസീസോ കാര്യങ്ങളൊന്നും വരാത്തത്. സോ ഇതൊന്ന് കഴിഞ്ഞാൽ എല്ലാ എയർലൈൻസിനും തന്നെ വേക്കൻസീസ് നല്ല രീതിയിൽ തന്നെ വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് എല്ലാ എയർലൈൻസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ എയർലൈൻസിനും വിക്കിപീഡിയയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് നോ അബൌട്ട് ഓൾ ദോസ് ഓർഡേഴ്സ്. സോ അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ പോയാലും ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പൈലറ്റ്സിനെ തന്നെ നമുക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് നിങ്ങളെ പേടിക്കണ്ട. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ഓരോ പ്രായം കൂടുന്നവരും അതിന്റെ മെഡിക്കൽ ഫിറ്റ്നസ് വരില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താ? ഉണ്ട്. നമുക്ക് ടിൽ 40 years നമുക്ക് എവറി ഇയർ വി ഹാവ് ടു ഡു ദ ക്ലാസ് 1 മെഡിക്കൽ റിന്യൂവൽ ടിൽ 40 years. ആഫ്റ്റർ 40 years ലൈക്ക് 40 വയസ്സിന് ശേഷം എവറി 6 months വി ഹാവ് ടു ഡു ദിസ് റിന്യൂവൽ. ഇതൊക്കെ കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ റൈറ്റ് നൗ ഐ എം ഡൂയിങ് മൈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദ പൈലറ്റിംഗ്. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. ഓക്കേ, യാ ഓക്കേ, ദാറ്റ്സ് ഫൈൻ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സാർ നേരത്തെ എന്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു നോളജ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ശകലം കൂടെ എക്സ്പീരിയൻസ്, ആ ഒരു ഫീൽഡിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ശകലം കൂടെ ബെറ്റർ ആയിരിക്കും ബാക്കിയുള്ളത് വെച്ച് നോക്കും. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഗായത്രി മാം ആണെന്ന് തോന്നുന്നു ചോദിച്ചിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻജിൻസ്. അപ്പൊ സാറ് പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻജിൻസ് മറ്റേ റോൾസ് റോയ്സും കാര്യങ്ങളാണ്. ഐ തിങ്ക് ഷി വുഡ് ആസ്ക് അബൌട്ട് ദി ലൈക്ക്
ടർബോ പ്രോപ്പ് എഞ്ചിൻ, ടർബോ ജെറ്റ് എഞ്ചിൻ, എനിക്ക് തോന്നുന്നു അതായിരിക്കണം ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു. ഗായത്രി അതാണ് ഡിഫറെന്റ്. എനിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എനിക്ക് സോറി, അത് ടെർബോ. ഓക്കെ, അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ടെർബോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ ടെർബോ പ്രൊപ്പ് വരുന്നുണ്ട്, ടെർബോ ഷാഫ്റ്റ് വരുന്നുണ്ട്, പിന്നെ ടെർബോ ഫാൻ. ഈ 3 ടൈപ്പ് എഞ്ചിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ടെർബോ ഫാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഈ കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസിലേക്കുള്ള എഞ്ചിൻ ടൈപ്പാണ് ടെർബോ ഫാൻ. ടെർബോ പ്രൊപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫാൻ ടൈപ്പ് എയർക്രാഫ്റ്റ്സ് കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെയാണ് ടെർബോ പ്രൊപ്പ് എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നെ ടെർബോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്റർ അങ്ങനത്തെയുള്ള ഈ ചോപ്പേഴ്സിന്റെ ഒക്കെ എഞ്ചിൻസിനാണ് ടെർബോ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഞ്ചിൻസ് വരുന്നത്. പിന്നെ പിസ്റ്റൺ എഞ്ചിൻ ഉണ്ട്. ഈ ഫ്ലൈയിങ് ട്രെയിനിങ്ങിനൊക്കെ ഉള്ള നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകളൊക്കെ ബേസിക്കലി പിസ്റ്റൺ എഞ്ചിൻസ് ആണ്. ഓക്കെ സർ, സോ നമ്മൾ ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഷൻ നമ്മുടെ ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കാരണം. അപ്പം നമുക്ക് ഷറത്തിലേക്ക് കടക്കാം. വോട്ട് ഓഫ് താങ്ക്സ് വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്കിപ്പം 1 മണിക്കൂറായി സെഷൻ തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഇനിയും ഡൗട്ട്സ് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമുക്കിപ്പം ഗ്രൂപ്പ് എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ തന്നെ വേണേ ഒരു ഗൂഗിൾ ഫോമും കൂടി ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങളെ ഒരു മെസ്സേജ് ഇടാം നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട്. ആൻഡ് വി വിൽ ഗെറ്റ് ഇറ്റ് ടു വിഷ്ണു സാർ, ആൻഡ് after he give us the answer we will be publishing it in the group itself, or you can directly contact the program coordinators who are the group admins, and we will be happy to be a mediator between you and sir. So without wasting much time, I am here concluding the session. First of all, thank you Vishnu sir for your wonderful words. They were really informative and motivating. Thank you sir for spending 1 hour with us. And next I would like to thank Jorjoti sir for being here. He's really supporting us in even in this pandemic situation for conducting such online webinars. And I also thank all the SA team. Last but not the least, I thank all the participants for attending this session with SA Maze. We have a family now, so your strong participation has made this program a great success. With this, we are officially concluding the session. Thank you. Thank you guys. Thank you all, especially Jorjoti sir and ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയ ശരത്തിനും ഗായത്രിക്കും. Thank you so much. Thank you sir. Thank you. Sir, nice to be with you. Yeah, nice to meet you too. Thank you. Good night.